നടപടിക്ക് വിധേയയായ വയനാട്ടിലെ ഡെപ്യൂട്ടി കളക്ടർ സി ഗീത നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തിന്റെ പേരിലാണ് ഇപ്പോൾ താങ്കൾക്കെതിരെ നടപടി വന്നത്? ശ്രീ CJ ദേവസിയുടെ ഭാര്യ എൽസമ്മ ദേവസി സർവേ നമ്പർ 395/16 10 സെന്റ് സ്ഥലം തരം മാറ്റുന്നതിനാണ് അപേക്ഷ തന്നിരുന്നത്. അത് ഫോം 5 ഇവർ കൊടുത്ത സമയത്ത്, അതായത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഭൂമി ഒഴിവാക്കി കിട്ടാൻ കൊടുത്ത അപേക്ഷ പല പ്രാവശ്യം തള്ളി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഒരു കോടതി പോയിട്ട് ഒരു വിധി സമ്പാദിച്ചു. അതിൽ അപ്രോപ്രിയേറ്റ് ഓർഡർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ അതുവരെയുള്ള ആ ഓർഡറിൽ എല്ലാം ഇയാൾക്ക് എതിരാണ് എന്ന് എഴുതിയിട്ടും അവസാനം കോടതി വിധിയുടെ പേരിൽ ഫോം 5 അനുവദിക്കുന്നു എന്ന് ഒരു ഉത്തരവ് കൊടുത്തു. പിന്നെ ഞാൻ ചെന്നപ്പോൾ ഫോം 6 അതായത് തരം മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ്. ഞാൻ ഈ എല്ലാ റിപ്പോർട്ടുകളും പരിശോധിച്ചു. കൃഷി ഓഫീസറുടെ, വില്ലേജ് ഓഫീസർ തന്ന റിപ്പോർട്ട്, KSREC റിപ്പോർട്ട്. അപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും ഇയാൾക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്ഥലം കൂടി പരിശോധിച്ചു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അപേക്ഷ നിരസിച്ചു കൊടുത്തത്. സസ്പെൻഷനിലെ പരാതിയിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത്, തനിക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തി 10,000 രൂപ നൽകാമെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറെ കൊണ്ട് ഭൂമി തരം മാറ്റിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ്. ഇയാൾ കേരള കോൺഗ്രസിന്റെ നേതാവാണ്. ഞാൻ അവിടെ ചെന്ന നാൾ മുതൽക്ക് എന്നെ കണ്ടിട്ട് എൻ്റെ അപേക്ഷ പ്രകാരം അനുകൂലമായ ഉത്തരവ് തരണമെന്ന് പറയുക, പിന്നെ മറ്റു രാഷ്ട്രീയക്കാരെ വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തുക. ഇത് 6/1 ഈ പരാതി കൊടുക്കുന്നത്. അതായത് ഉത്തരവ് കൊടുത്തതിന് ശേഷം. അപ്പൊ ഇതൊരു വ്യാജ പരാതിയാണെന്നുള്ളതിന് വേറെ തെളിവില്ലല്ലോ, വേണ്ടല്ലോ. ഞാൻ കാശ് ചോദിച്ചിട്ടുണ്ടെന്ന് ഈ വ്യക്തി തെളിയിക്കണം. അതാണ് എൻ്റെ ആവശ്യം. കാരണം എനിക്കിപ്പോ ഇതില് മാധ്യമങ്ങളുടെ മുന്നിൽ വരാനൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല. ഇപ്പം മാഡത്തിന്റെ അടുത്ത പരിപാടി എന്താണ് ശരിക്കും? അതിന്റെ നിയമപരമായ കാര്യങ്ങളെ അന്വേഷിച്ചിട്ട് ചെയ്യണം തന്നെയാണ് ഇത്. എന്നാൽ ഈ സ്ഥല പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഗീത സിക്കൊപ്പമുള്ളയാൾ കൈക്കൂലി നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഈ പരാതിക്കാരനും കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ KJ ദേവസ്യ പറയുന്നത്. കോടതി വിധിയെ ഡെപ്യൂട്ടി കളക്ടർ മാനിക്കുന്നില്ല എന്ന് അറിഞ്ഞതോടെയാണ് താൻ വീണ്ടും സർക്കാരിന് പരാതി നൽകിയത് എന്നും KJ ദേവസ്യ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവായി ഇവർ വളരെ പുച്ഛിച്ചാണ് അതിനെ തള്ളിയത്. ഹൈക്കോടതി അങ്ങനെയൊക്കെ പറയും, ഇത് ഞാനായി തരേണ്ടത്, എനിക്ക് ചില വിവേചന അധികാരമുണ്ട്, RDOയ്ക്ക് ചില വിവേചന അധികാരമുണ്ട്, അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ ഓർഡറുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ആവശ്യക്കാരൻ ഇങ്ങനെയൊരു ഓർഡറുമായിട്ട്, ഇങ്ങനെയുള്ള ഓർഡർ വെറുതെ കിട്ടില്ലല്ലോ, എന്നാൽ കൊടുക്കേണ്ടി വരികയെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ മുതലാണ് അവർക്ക് അനിഷ്ടം വർദ്ധിച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും പരിഗണിക്കാമെന്ന്. അപ്പോഴാണ് അഭിജിതനായിട്ടൊരാൾ ഇവരുടെ കൂടെ ഉള്ളതായിരിക്കണം, ഇവിടെ കൂടെ ഉള്ളത് തന്നെയാണ്, നിങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ കാര്യം നടക്കണമെങ്കിൽ ഒരു 10,000 രൂപ കയ്യിലൊക്കെ ഇരിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതിന് നേരെയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞ് ഏതാണ്ട് ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തിന് മുമ്പാണ് ഇവരിപ്പോൾ ഈ ഓർഡർ നിരാകരിച്ചുകൊണ്ടുള്ളത് തന്നിരിക്കുന്നത്. വയനാടിന്റെ റിയാലിറ്റി മനസ്സിലാക്കട്ടെ. വയനാട്ടിൽ എന്തുമാത്രം ഭൂമി ഇങ്ങനെ കിടക്കുന്നുണ്ട്, അതെല്ലാം ഇങ്ങനെയാണോ? അവരൊന്ന് പഠിക്കട്ടെ. അവർ മറ്റ് ജില്ലകളിൽ ഇവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു പഠിക്കട്ടെ. ഒരുപാട് പേര് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിന് കണക്കൊണ്ട് ഞാൻ വിവരാവകാശ നിയമപ്രകാരം എടുത്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരി കോർണർ പോയി നോക്കാനും തയ്യാറാണ്. അപേക്ഷ പരിഗണിക്കുന്നതിൽ വയനാട് ഡെപ്യൂട്ടി കളക്ടർ ബോധപൂർവമായ കാലതാമസം വരുത്തിയതായി അന്വേഷണത്തിൽ മനസ്സിലായെന്നാണ് റവന്യൂ മന്ത്രി K രാജന്റെ പ്രതികരണം. അന്വേഷണ വിധേയമായ സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത്. തുടർ നടപടി വിശദമായ അന്വേഷണത്തിന് ശേഷം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മളൊരു ഡെപ്യൂട്ടി കളക്ടറെ നടപടിയൊന്നും എടുക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അന്വേഷണ വിധേയമായി ഒരു ആരോപണം കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ട് ആരോപണം അന്വേഷിക്കുക ഉള്ള ഒരിട വന്നപ്പോൾ ഓൺലൈൻ രേഖകൾ പ്രകാരം കുറച്ച് ബോധപൂർവമായിട്ടുള്ള ഡിലേ ഈ കാര്യത്തിൽ ഉണ്ടായതായിട്ട് തോന്നുന്ന ഒരു വിഷയമാണ്. നേരത്തെ ഫോം നമ്പർ 5 പിന്നെ സാങ്ഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ കോൺക്രീറ്റ് ആയിട്ടൊരു ഓർഡർ പറഞ്ഞതാണ്. അതിനുശേഷം 6 കടന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കിയപ്പോൾ പല തരത്തിലുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടും ബോധപൂർവമായിട്ടുള്ള ഡിലേ ഉണ്ടായതായി തോന്നി. പ്രത്യേകിച്ച് ഒരാരോപണവും സർക്കാർ ഉന്നയിച്ചിട്ടില്ല. CK വിജയൻ വിവരങ്ങളുമായിട്ട്. CK, ഇപ്പോൾ 3 പ്രതികരണങ്ങൾ, ഗീതയുടെ പ്രതികരണം കേട്ടു, KJ ദേവസ്യ പറയുന്നത് കേട്ടു, മന്ത്രി പറയുന്നത് കേട്ടു. ഇതിൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ 10,000 രൂപ കൂടെ നിൽക്കുന്നയാൾ കൈക്കൂലി നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസവും 1,500 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടയാൾക്ക് 1,500 രൂപ കൊടുക്കുകയും വിജിലൻസിൻ്റെ സഹായത്തോടെ അവരെ പിടികൂടുകയും ചെയ്തതാണ്. അപ്പോൾ
പണം ആവശ്യപ്പെട്ടാൽ ആ പണം നൽകി തന്നെ അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയുമുണ്ട്. പക്ഷെ അതിന് ഞാൻ തയ്യാറല്ലായിരുന്നു എന്നാണ് KJ ദേവസ്യ പറയുന്നത്. എവിടേക്കോ എന്താണ് ഒരു ചിത്രം തെളിയുന്നത് എങ്ങനെയാണ്? ഈ 3 പേരുടെയും ഭാഷ്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തരത്തിലൊരു കൈക്കൂലി ആരോപണം അവിടെ ഉണ്ടായതായോ അത് ഇന്നയാൾ കൈക്കൂലി തരണം എന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെയോ ഈ പരാതിക്കാരന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രസക്തമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൈക്കൂലി ആരോപണം ഉണ്ടായി എന്ന കാര്യം വിശ്വസിക്കാനും കഴിയില്ല. മാത്രമല്ല ഗീത എന്ന റവന്യൂ റിക്കവറിയിലെ ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ ഇന്നേ വരെ ഇത്തരത്തിലൊരു പരാതി ഉള്ളതായി എവിടെയുമില്ല. അവരുടെ ഇത്രയും കാലത്തെ ജോലിക്കിടയിൽ ഒരിടത്ത് പോലും അവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ കൈക്കൂലി ആരോപണമോ മറ്റു പരാതികളോ ഉണ്ടായതായതിനും തെളിവില്ല. അതുകൊണ്ട് ഈ ദേവസ്വം ഉന്നയിക്കുന്ന ഇവരുടെ സംഘത്തിൽപ്പെട്ട ഒരാൾ കൈക്കൂലി കൊടുത്താൽ കാര്യം ശരിയാകും എന്ന് പറഞ്ഞു എങ്കിൽ അവരുടെ സംഘത്തിൽപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കണമല്ലോ സ്വാഭാവികമായും. അല്ലാത്തൊരു ഉദ്യോഗസ്ഥരെയും കൂട്ടി അവിടെ ഭൂമി പരിശോധനയ്ക്ക് എത്തില്ല. ഒന്നുകിൽ എന്തായാലും അവർ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരാളായിരിക്കണം. അങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അത്തരത്തിൽ കോടതി ഉത്തരവ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ കോടതി ഈ ഫോം 6 അതായത് ഭൂമി തരം മാറ്റി കൊടുക്കണം എന്ന് കൃത്യമായി ആ ഉത്തരവിലില്ല. ടേക്ക് അപ്രോപ്രിയേറ്റ് ഓർഡർ അല്ലെങ്കിൽ ഇഷ്യൂ അപ്രോപ്രിയേറ്റ് ഓർഡർ എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഗീത പറയുന്നത്. ഇവിടെ അപ്രോപ്രിയേറ്റ് ഓർഡർ എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസറുടെയും കൃഷി വകുപ്പിൻ്റെയും പരിസ്ഥിതി കമ്മിറ്റിയുടെയും റിപ്പോർട്ടുകൾ എതിരാണ്. അതുകൊണ്ട് അപ്രോപ്രിയേറ്റ് ആയ ഓർഡർ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ പരാതി തള്ളുകയാണ് വേണ്ടത്. മാത്രമല്ല താൻ അവിടെ ചെന്ന് പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനയിലും ഇക്കാര്യമാണ് വ്യക്തമായിട്ടുള്ളത്. ഇതിനകത്ത് ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ട് എന്നുകൂടി അവർക്ക് സംശയമുണ്ട്. കാരണം ദേശീയപാതയോട് ചേർന്നാണ് ഈ 10 സെൻറ്റ് ഭൂമിയുള്ളത്. അവിടെ ഒരു കെട്ടിടം ഉണ്ട്. ആ കെട്ടിടം 2008 മുൻപ് പണിതതല്ല, അത് 2009 പണിതതാണ് എന്നാണ് പഞ്ചായത്തിൻ്റെ റിപ്പോർട്ടും. അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും പരിശോധിച്ചാൽ ന്യായമായും അപ്രോപ്രിയേറ്റ് ആയ ഓർഡർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഭൂമി തരം മാറ്റി കിട്ടാനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. ഇതാണ് ഇത്രയും കാര്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അതിലൊരു ക്ലാരിറ്റി ഉള്ള സ്ഥിതിക്ക് ഈ ഒരു കാലതാമസം വരുത്തി എന്ന നിലയ്ക്ക് അവർക്കൊരു സസ്പെൻഷനിലേക്ക് പെട്ടെന്ന് സർക്കാർ പോകാൻ കാരണം എന്താണ്? അത് ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയമൊക്കെ ഉണ്ടല്ലോ CK. തീർച്ചയായും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം കൂടി വരുന്നുമുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഇതിൽ മന്ത്രി രാജൻ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഫോം 5 അംഗീകരിക്കുന്നതിന് കോടതിയുടെ ഉത്തരവുണ്ട്. അത് ഇവർ വരുന്നതിന് മുന്നേ ഉള്ള റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ ഉള്ള സമയത്താണ്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗീതയെ സംബന്ധിച്ചിടത്തോളം ബാധകമാവുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇവർ ഏതെങ്കിലും രീതിയിൽ കൈക്കൂലി വാങ്ങിയെന്നോ കൈക്കൂലിക്ക് ചോദിച്ചുവെന്നോ കൈക്കൂലിക്ക് ശ്രമം നടത്തിയെന്നോ മന്ത്രി രാജൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമല്ല. പകരം കാലതാമസം ഉണ്ടാക്കി എന്നുള്ളതാണ്. കാലതാമസം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു രീതി പൊതുവിൽ കണ്ടിട്ടില്ല. കാരണം അവർ അതിനെ സംബന്ധിച്ച് അവരുടെ വിശദീകരണങ്ങൾ കേട്ടിട്ടില്ല. അവരുടെ വാദമുഖങ്ങൾ അവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിട്ടില്ല. പകരം അതിന് മുകളിൽ കൂടി ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് ഏതാണ്ട് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.